വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തൊരു സംഗതി തന്നോട് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരാളിൽ നിന്നും ഏറ്റുവാങ്ങേണ്ടി വന്നു. പിന്നീട് വയറുവേദന കാരണം ആശുപത്രിയിൽ പോയപ്പോൾ താൻ ഗർഭിണിയാണെന്ന് കൂടി അറിയുന്നു. ഗർഭം അലസിപ്പിക്കാൻ നിയമപരമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ കോടതിയെ സമീപിച്ച് അതിനുള്ള വിധി വാങ്ങി. ഇതാ കുട്ടിയുടെ നീതിയാണ്. ബിക്കോസ് ഷീസ് ജസ്റ്റ് 15. ആ വിധിക്കെതിരെയാണ് ഇപ്പോൾ ഈ സഭ മുന്നോട്ട് വന്നിരിക്കുന്നത്. അതിനെ സപ്പോർട്ട് ചെയ്തും കുറേ പേര്. നോക്കുക, കുട്ടിയുടെ കാര്യം തൽക്കാലം വിട്ടേക്ക്. പകരം ഞാൻ നിങ്ങൾക്ക് വളരെ ബേസിക് ആയിട്ട് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം പറഞ്ഞുതരാം. ഈ റേപ്പ് എന്ന് പറയുന്നത് ആ വിക്ടിമിന് തൻ്റെ ജീവിതകാലം മുഴുവൻ ഒരു ട്രോമ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. റേപ്പിന് ഇരയായവരെ ഒന്നും പറയാതെ റേപ്പ് ചെയ്ത ആളെ എങ്ങനെയെങ്കിലുമൊക്കെ വെളുപ്പിക്കാൻ നോക്കുന്ന, അതിപ്പോൾ ഇനി ഡയപ്പർ ഇട്ട കുട്ടിയാണെങ്കിൽ കൂടി ആ കുട്ടി എന്തിനാ അവൻ്റെ മുന്നിൽ പോയി എന്ന് ചോദിക്കുന്ന ഈ നാട്ടിൽ പിഴച്ചവളെന്നല്ലാണ്ട്, ഇനി പ്രസവിച്ചു കഴിഞ്ഞാൽ പിഴച്ചു പറ്റവളെന്നല്ലാണ്ട് വേറൊരു വാക്കും വിളിക്കാൻ അറിയാത്തൊരു സമൂഹമാണ് ഇവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആ വിക്ടിമിന് ആ ഇൻസിഡന്റിൽ നിന്നും പുറത്തു വരാൻ ഒരുപാട് സമയമെടുക്കും. ഒപ്പം ഒരുപാട് കെയറും വേണം. ഇതുവരെ ജനിക്കാത്തൊരു ഫീറ്റസിനെ ജനിപ്പിക്കണമെന്ന് പറയുമ്പോൾ അതിലൂടെ നിങ്ങൾ തള്ളിയിടുന്നത് ആ വിക്ടിമിനെ ലൈഫ് ലോങ് ട്രോമയിലേക്കാണ്. ഒപ്പം ആ കുഞ്ഞിനെ പിഴച്ച സന്തതി, തന്തയില്ലാത്തവൻ അല്ലെങ്കിൽ തന്തയില്ലാത്തവൻ എന്നുള്ള പഴി കേട്ട് ആ കുട്ടി ജീവിച്ച് മരിക്കേണ്ടി വരും. എടാ, നിങ്ങളെന്നൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്ക്. തന്നോടൊരു അപരാധം ചെയ്ത ആളുടെ കുഞ്ഞിനെ നൊന്ത് പ്രസവിച്ച് വളർത്താൻ എങ്ങനെ ആ സ്ത്രീക്ക് കഴിയും? ഇനി ഇത് മാത്രമല്ല, കഴിഞ്ഞ ദിവസം സംഭവിച്ച വേറൊരു ഞരമ്പ് കേസും കൂടെ ഉണ്ട്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടീനെ ഒരുത്തൻ ചെന്നിട്ട്, എനിക്ക് പറയാൻ തന്നെ വയ്യ, ആ വാർത്തക്കടിയിൽ വന്നിട്ടുള്ള കമൻസ് എൻ്റെ പൊന്നോ. വെറും 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന 12ഓ 13ഓ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറിയ കുഞ്ഞിനെ കുറിച്ചാണ് നിങ്ങൾ ഈ പറയുന്നതെന്നൊക്കെയുള്ളൊരു ബോധം വേണം. ഡോണ്ട് ഡു ഇറ്റ് ബ്രോ.